ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമ ഞാൻ അങ്ങനെ വെക്കാറില്ല, ഇടയ്ക്ക് മാത്രം വല്ലപ്പോഴും വെക്കണം. ഇന്നിപ്പോൾ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടുള്ള കശുവണ്ടി എൻ്റെ കയ്യിലില്ല, എങ്കിലും ഞാൻ നല്ല ടേസ്റ്റായിട്ട് തന്നെ കശുവണ്ടി ഇല്ലാതെ ക്രീം ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ വെജിറ്റബിൾസാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത്തിരി ഗ്രീൻ പീസും ബീൻസും ഒക്കെ ചേർത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഒരു പച്ച കളറിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവർ വലിയ വലിയ പീസാക്കി ഇട്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ അത് വെന്തലിഞ്ഞങ്ങോട്ട് പോകും അല്ലാതെ. അതുകൊണ്ട് വലിയ വലിയ പീസാക്കി ഇട്ടേക്കണം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ പെരിഞ്ചീരകം ആദ്യം പൊട്ടിച്ച്, ഇത്തിരി കൂടുതൽ പെരിഞ്ചീരകം എനിക്കിഷ്ടമായതുകൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്, അത്രയും നിങ്ങൾ ഇടേണ്ട കാര്യമില്ല. പെരിഞ്ചീരകം ആദ്യം പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് സവാള ഒന്ന് വഴറ്റി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത അരിഞ്ഞത പേസ്റ്റാക്കിയത് എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ പേസ്റ്റാണ് ഇട്ടത്. പിന്നെ പച്ചമുളകാണ് ഇട്ടത്. അതും കൂടി നന്നായിട്ടൊന്ന് കളറ് മാറാതെ തന്നെ വാട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ആദ്യം ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 3 പൊടികളാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് ഒന്നുകൂടി അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് സാധാരണ പാത്രങ്ങളിൽ വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ സാധാരണ പാത്രങ്ങളിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ നിങ്ങൾ ആദ്യം തന്നെ ഇടണ്ട, സാവധാനം ഒരു വേവായിട്ട് മാത്രം, ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒരു വേവായിട്ട് മാത്രം കോളിഫ്ലവർ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് വെന്തരിഞ്ഞ് പോകില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് കുക്കറിൽ വെക്കണോണ്ടാണ് കോളിഫ്ലവർ വലിയ പീസാക്കി ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ടത് ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഒരുപാട് വേവൊന്നുമില്ല, അത് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു സംഭവം വരുന്നത്. ഞാൻ ഇപ്പോൾ ഏതായാലും ഒരു വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് ചെയ്തിടാമെന്ന് വിചാരിച്ചേക്കണേണ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ അരപ്പിൻ്റെ കൂട്ടത്തിൽ കാഷ്യൂനട്ട് ചേർക്കണം. എൻ്റെ കയ്യിൽ ഏതായാലും കശുവണ്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കശുവണ്ടി കൂട്ടത്തിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം, എന്നാലാണ് ഇതിന് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാകുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കശുവണ്ടി ഇപ്പം നമ്മൾ മേടിക്കണില്ല അങ്ങനെയൊന്നും, അതുകൊണ്ട് അത് മാത്രമായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ ആ ഒരു മാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാവിൽ ഞാൻ ചോറ് ചേർക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് അവലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. എനിക്ക് വെള്ളം പോലെ ആകുന്നതിലും എപ്പോഴും ഇഷ്ടത്തിന് കട്ടിയായി പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ വെള്ളം പോലെ ആയിപ്പോയാൽ അപ്പം ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ ഇപ്പോഴാണ് തുറന്നത്. ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചിട്ടുള്ള സാധനവും ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ഇത്തിരി കുരുമുളക് പൊടി ചേർക്കും കേട്ടോ. കുരുമുളക് പൊടി ഇതിനകത്ത് ചേർത്തിട്ടില്ല, മുളക് പൊടിയും ചേർത്തിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവിൽ നിൽക്കണേ. അപ്പോൾ ഏറ്റവും അവസാനമാണ് അത് ചേർക്കണത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ലൂസാക്കി എടുക്കാനായിട്ട് തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പച്ച വെള്ളത്തിൻ്റെ രുചി വരും. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ലൂസാക്കിയതിന് ശേഷം മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ക്രീം ഇടുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ തേങ്ങ അരപ്പിൻ്റെ കൂട്ടത്തിൽ കശുവണ്ടി കൂടിയിട്ട് അരക്കണ സമയത്ത് വെള്ള കസ്കസില്ലേ, അതുകൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കൊഴുപ്പ് കിട്ടും. അതും നല്ലൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ ആ 2 സാധനം ഉണ്ടായിരുന്നില്ല, കശുവണ്ടി ഇല്ലാന്ന് വെള്ള കസ്കസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളയപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അധികം വെള്ളയപ്പമൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു ഒറ്റ വെള്ളയപ്പച്ചട്ടി മാത്രമേ എടുക്കണുള്ളൂ. ഞങ്ങൾക്ക് 2 ആൾക്കും വേണ്ട വെള്ളയപ്പം മതിയല്ല. എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ചട്ടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തീരൂല. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ക്രീം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിലേ പറഞ്ഞ് ഇത് കശുവണ്ടിയും അതുപോലെ ഇത് കസ്കസൊക്കെ ചേർത്ത് അരപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ക്രീമിൻ്റെ ആവശ്യമേ ഇതിനകത്ത് വരുന്നില്ല, നല്ല ടേസ്റ്റാണ്. ശരിക്കും കശുവണ്ടി ഇടുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. എഴുതി എന്നുള്ളൊരു വിചാരത്തിൽ ഇരിക്കണമായിരുന്നു, പക്ഷേ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കശുവണ്ടി ഞാൻ ചേർത്ത് തന്നെ കേട്ടോ, എൻ്റെ കയ്യിലില്ല.
അപ്പോൾ അങ്ങനെ കറിയെല്ലാം ശരിയായി. പിന്നെ വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതധികം ചൂടാറി വന്നിട്ടില്ല. ചൂട് ആറുമ്പോൾ ഇതൊന്നുകൂടി തിക്കാവതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തിരി ലൂസാക്കി എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചതിന് ശേഷം ഇന്നിപ്പോൾ നമുക്ക് ഹോമിയോ മരുന്ന് മേടിക്കേണ്ട ദിവസമാണ്. ഈ എന്താ നമ്മുടെ എൻ്റെ അലർജിക്കുള്ള ഹോമിയോ മരുന്ന് മേടിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ റൂബിനെയും കൊണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും പോകണം, ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പപ്പ ഒറ്റക്കാണ് പോയിട്ട്, പപ്പേനെ തന്നെയാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അന്നത്തെ ദിവസം. ഇന്നിപ്പോൾ ഏതായാലും റൂബിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അലർജിയുടെ പ്രശ്നം കൊണ്ട് എൻ്റെ തലമുടി വല്ലാതെ പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ആ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ ഒരുവിധം തിക്കിൽ ഹെയർ ഉണ്ടായതാണ്. അത് കംപ്ലീറ്റ് പോയിട്ട് ഇത് കണ്ട മുകളിൽ ഒരു ചെറിയ ഇത്തിരി ഹെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഹെയർ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഹോമിയോ മരുന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹോമിയോ മരുന്ന് കുറച്ചധികം നാൾ നമ്മൾ കഴിക്കണം, എന്നാലാണ് അതിന് ഫലം കാണുള്ളൂ. പക്ഷേ അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നീട്. അതുകൊണ്ടാണ് നമ്മളിത് പോണത്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറവ് കാണും എങ്കിൽ തന്നെയും അത് വേറൊരു രോഗത്തിന് കാരണമാകും, ഉറപ്പായിട്ട് അങ്ങനെയാണ്. പിന്നെ അതുവഴി ഞങ്ങളിത് ബീച്ചിലൊക്കെ ഒന്ന് വന്നതാണ്. ബട്ടർ സ്കോച്ച് ഇല്ല, നല്ല ബ്രൈറ്റാണ്. തിരമല എല്ലാം ഉണ്ട്. എന്തേ കഥക്കണത്? ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ആള് വല്ലാതെ ആയല്ല. എന്താ കഥക്കണത്? പന്നപ്പോ എന്താണ് മങ്കണ കഥക്കണത്?
ഇതാണ് അവസ്ഥ. റൂബിനെ പുറത്ത് കൊണ്ടുപോയാൽ. അങ്ങനെ ഞങ്ങളിത് പോയി വന്നിട്ടുണ്ട്. ഇനിയാണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്ത സ്റ്റ്യൂ ഒക്കെ ഇവിടെ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ നാളെ സ്റ്റ്യൂ അല്ല, കുറുമ ബാക്കിയുണ്ട്, നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പപ്പക്ക് സ്റ്റ്യൂ നമ്മൾ സാധാരണ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കൂലേ, അതിനേലും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഏതായാലും പപ്പക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്കിതുപോലെ തന്നെ വെള്ളയപ്പം, ഇപ്പോൾ വെള്ളയപ്പമൊക്കെ ഇഷ്ടമാണ് പപ്പക്ക്, സോഫ്റ്റായിട്ട് കഴിക്കാൻ അത് ഇഷ്ടമുണ്ട്. വെള്ളയപ്പമൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു, സ്റ്റ്യൂ കൂട്ടി കഴിക്കണേലും നന്നായിട്ട് കഴിച്ച്. അപ്പോൾ എനിക്ക് സ്റ്റ്യൂ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് സ്റ്റ്യൂ, ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റ്യൂ എനിക്കിഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി എഗ്ഗിൻ്റെ ബിരിയാണിയൊക്കെ അന്ന് വിചാരിച്ച്. അപ്പോൾ ബിരിയാണി ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ മുട്ട മേടിക്കാൻ പറഞ്ഞിട്ട് അവിടെ തീർന്നു പോയി. അവിടെ ഈ ഹോൾസെയിൽ പോലെയൊക്കെ ആളുകൾ ഒരുപാട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയി. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. അതുപോലെ സ്റ്റോക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടാകുന്നില്ല അവർ. അപ്പോൾ മുട്ട മേടിക്കാതെ വന്ന്, അതുകൊണ്ട് എനിക്ക് ഇന്നലെ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അപ്പോൾ പപ്പക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് അടുത്ത കടയിൽ നിന്ന് പോയി മേടിച്ച് തന്നില്ല ആൾ. ഇപ്പം ഞങ്ങൾ പോയിപ്പോൾ അവിടെ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്ന് മുട്ട മാത്രമുള്ള ഹോൾസെയിൽ കടയിൽ നിന്ന് അവിടെ നിന്ന് നമ്മുടെ കോക്കേഴ്സിൻ്റെ അവിടെ നിന്ന് മേടിച്ച് 12 മുട്ട മേടിച്ചുള്ളൂ. കാരണം ഞങ്ങൾക്ക് അധികം വേണ്ടല്ലോ. പിള്ളേരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ 40 അത്രയും മുട്ട മേടിക്കും. 40ൻ്റെ ഒരു പാക്കറ്റാണ് സാധാരണ മേടിക്കുന്നത്, 40 മുട്ടയുടെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ 12 മുട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, മുട്ടയൊക്കെ വേവിക്കണം. മുട്ട കഴിച്ചിട്ടില്ല, എല്ലാം എടുത്തത്. മുട്ട മേടിച്ചത് പാക്കറ്റ് തുറന്നിട്ട് പോലുമില്ല. അപ്പോൾ സമയം 11:53 വേണ്ട, 12 മണിയാകുമ്പോഴാണ്. ഇപ്പോഴാണ് ഞാൻ ഇത് ബിരിയാണി വെക്കാൻ പോണത്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇനി അരിയെല്ലാം എടുത്ത് നോക്കണം. അരിയൊക്കെ ഉണ്ട് ഇവിടെ, അരിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കണം, അതൊക്കെ വേവിക്കണം, മുട്ട പുഴുങ്ങണം, അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. എളുപ്പം കഴിയോട്ടെ, 2 പേർക്ക് മാത്രമല്ലേ, അധികം ബുദ്ധിമുട്ട് വരില്ല. സവാളയൊക്കെ ഞാൻ ഇന്നലെ കുറേ അധികം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്, കുറേ സവാള, പിന്നെ തേങ്ങ 2 വെച്ച്. തേങ്ങ മുട്ടക്ക് ഇത് വേണ്ട, എഗ് ബിരിയാണിക്ക് തേങ്ങയൊന്നും വേണ്ട എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് കാലത്ത് എനിക്ക് തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനൊക്കെ സാധിച്ച്. മിക്സിയിൽ വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി, ചിരണ്ടേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കുറുമക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വേഗം കഴിഞ്ഞു. അപ്പോൾ റൂബിതേ ഒരുവിധം ഇത് തീർന്നിട്ടുണ്ട്, പ്രയാസമൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, കിടക്കണം റൂബി. ഇപ്പം ഏകദേശം കതപ്പൊക്കെ മാറിയിട്ട് കിടക്കണേ. അപ്പം ഇനി ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടക്കാൻ പോണ്. മതിയിലേക്ക് കാലത്ത് തന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചു. അപ്പം നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഇവിടെ ഇരിക്കുന്നത് കുറേ അധികം നാളെ, എനിക്ക് തോന്നുന്നത് ഒരു 3 മാസം പഴക്കമുണ്ട് ഈ റൈസിന്. അപ്പോൾ ഇനിയും ഇരുന്ന് കയറണമെങ്കിൽ അതിൻ്റെ അകത്ത് പുഴു കയറുമെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ബിരിയാണി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഉണ്ടാക്കാനും നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനൊക്കെ ഈ റൈസ് നല്ലതാണ്. കൂടുതൽ അടിപൊളിയായിട്ട് കിട്ടും ബിരിയാണി റൈസ് വെച്ചിട്ടൊക്കെ നമ്മൾ അപ്പവും പാലപ്പവും വട്ടയപ്പവും പാലപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. എങ്കിലും ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാം, ഒരു നേരത്തെ ഭക്ഷണവുമായി അത് തീരുകയും ചെയ്യുമല്ല എന്ന് വിചാരിച്ചങ്ങനെ വേഗം ഞാൻ അരി കഴുകി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു പാനിലേക്ക് നമ്മൾ അരി വറ്റിച്ചെടുക്കണത്. അപ്പോൾ അതിനനുസരിച്ച് വലിപ്പമുള്ള പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യൊക്കെ തീർന്നിരിക്കുന്നതുകൊണ്ടുള്ള നെയ്യ് കുടഞ്ഞ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. റൈസ് ഇത്തിരി എന്തായാലും നെയ്യിൽ കടന്ന് വേകുന്നത് തന്നെയാണ് നല്ലത്. ആ മുഴുവൻ മസാലകളും ഇട്ട് സവാള വറുക്കാനുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് അതും ഒന്ന് വറുത്തതിന് ശേഷം കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം വറുക്കാനായിട്ടേ. പക്ഷേ എൻ്റെ കയ്യിൽ കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് ഗോൾഡൻ റൈസിൻസ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം പച്ചവെള്ളം ഒഴിച്ച് തിളച്ചിട്ട് അരി ഇടാട്ടോ. പക്ഷേ ഞാനത് ഓർത്തില്ല. ഞാൻ പെട്ടെന്ന് ഫ്രൈഡ് റൈസിൻ്റെ ഓർമ്മയിൽ അരി ഇതിനകത്തേക്ക് കൊട്ടിയിട്ട് പോയി, അതൊരു അബദ്ധമായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് പോയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇടണമെന്നില്ല, സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ അരി ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഇതിപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കാതെ അരി ഇട്ട് പോയി. പിന്നെ ഞാൻ അവിടെ 1 കപ്പ്, അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം അവിടെയും തിളക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം കെറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നിച്ച് വേഗം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഒരുപാട് നേരം കിടന്ന് ഫ്രൈ ആയി പോകില്ലേ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിനിടയ്ക്ക് മുട്ട വേവിക്കാനും വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഏതായാലും കെറ്റിലെ വെള്ളം പെട്ടെന്നാകും.
കെറ്റിലെ വെള്ളമായി അത് ഒഴിച്ച് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ മറ്റേ സോസ് പാനിൽ വെച്ച വെള്ളമായി. അപ്പോൾ അങ്ങനെ എടുത്തൊഴിച്ച്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് ഇരട്ടി വെള്ളം കേട്ടോ. അങ്ങനെയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ 1 കപ്പ് അരിക്ക് 250 ml ഒരു കപ്പ് അരിക്ക് 1 ടീസ്പൂൺ ഇത് ഉപ്പിടാം. അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിൽ ഇത്തിരി കുറച്ചിടാം കേട്ടോ. അതിലും കുറവായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂണിൽ കുറച്ച് താഴെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. 1 ടീസ്പൂൺ നിറച്ച് ഞാൻ ഇടാറില്ല. ഇത്തിരി ഉപ്പ് കുറച്ചിട്ടെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കറക്റ്റാണ്. നല്ല വടിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് 1 കപ്പിന്. വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പിൻ്റെ കണക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇത് കറക്റ്റ് കണക്കാണ്. 1 കപ്പിന് 1 ടീസ്പൂൺ ഉപ്പ് കുറച്ച് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ, അതിൽ കൂടിപ്പോകരുത്. അങ്ങനെ അത് ഏതായാലും ചെറിയ തീയിലിട്ടിട്ട് വറ്റിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുമേലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. അതിനുശേഷമാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ മസാല എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എഗ്ഗിൻ്റെ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റി ഒരുവിധം നല്ല കളർ മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് അതും അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തക്കാളിയൊന്നും സാധാരണ ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസ് കയ്യിലുള്ളതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാ. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടും. പൈനാപ്പിൾ എസൻസ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർക്കും. പിന്നെ നമ്മൾ മല്ലിയില അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതും മതി ബിരിയാണി മസാലക്ക്. അതിൻ്റെ അകത്തേക്ക് മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ആദ്യം പാത്രത്തിൽ അത് കുറച്ച് വെച്ചിട്ട് മീതെ റൈസ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ ലഞ്ച് ബോക്സിലൊക്കെ അതാണ് നല്ലത്. എപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാനിപ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ഒരു ചെറിയൊരു തിക്ക് ഗ്രേവി വരാൻ വേണ്ടിയിട്ട്. കാരണം പപ്പക്കും കൂടി കൊടുക്കണ്ടേ, പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ തക്കാളി ഒന്നിട്ട് ഇതാവില്ല, ഇങ്ങനെ ഗ്രേവി ആക്കുമൊന്നുമില്ല. ചുമ്മാ ഇത് മാത്രം ഇട്ടെടുക്കും കേട്ടോ. അങ്ങനെയും എടുക്കാം. ഇപ്പോൾ സ്കൂൾ പോണ പിള്ളേർക്ക് ഒരു ഇത്തിരിയല്ലേ ലഞ്ച് ബോക്സിൽ വെക്കേണ്ടതല്ലോ. അപ്പോൾ അധികം ഒന്നും മസാല ഒന്നും ഇടാതെ വെച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തിരി മല്ലിയില അത്യാവശ്യം ഉണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്തലിയാൻ വേണ്ടിയിട്ട് അതിരുന്നിട്ടൊന്ന് കുറുകി ഒരു തിക്ക് ഗ്രേവി ആയി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ പണികൾ കഴിഞ്ഞ് ഇത് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ്. പിന്നെ നമ്മുടെ റൈസും ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. റൈസ് നമ്മൾ ഈ ഭയങ്കര ചൂടിലൊരിക്കലും സെർവ് ചെയ്യരുത്. ഒന്നിരുന്നിട്ട് ഒരുവിധം ചൂട് പകുതി ആറിയതിന് ശേഷം മാത്രമാണ് റൈസ് എപ്പോഴും സെർവ് ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് 12:39 എല്ലാം കഴിഞ്ഞ് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് നമ്മൾ സെർവ് ചെയ്താൽ മാത്രം മതി. മുട്ടയൊന്നും എടുത്തിട്ടില്ല പുറത്തേക്ക്, എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് കണ്ടല്ലോ. 11:54 ഞാൻ കയറിയത്. 12:39 എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു ചക്ക കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ മേടിച്ച് വെച്ചതോ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഏതായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് ഇത്തിരി പുളി ഉണ്ടായിരുന്നു ഏതായാലും. പക്ഷേ നല്ല സ്മെല്ലായിരുന്നു. വീട് മുഴുവൻ ഈ പൈനാപ്പിളിൻ്റെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചീഞ്ഞ് പോകുമായിരിക്കും എന്ന് വിചാരിച്ചെടുത്ത് കട്ട് ചെയ്താണ്. പക്ഷേ ഭയങ്കര പുളിയായിരുന്നു പൈനാപ്പിളിന്. അങ്ങനെ അതും കൂടി കട്ട് ചെയ്ത് വെച്ച്. നമ്മൾ ഈ ബിരിയാണിയുടെ ഒപ്പം പൈനാപ്പിളിൻ്റെ ഒരു പീസ് വെക്കൂലേ ലാസ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഏതായാലും ഇത് കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ എനിക്കിത് കഴിക്കാൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ നേരത്തെ പഴയതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് തീർന്നിട്ടില്ല. എങ്കിലും ഇതും കൂടി കട്ട് ചെയ്തൊക്കെ വെച്ച് പിന്നെ കുറച്ച് പീസൊക്കെ പപ്പയും കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പണി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 1 കപ്പ് അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 1 കപ്പിൽ താഴെ ഉണ്ടാകുന്നുള്ളൂ. അതായത് പച്ചരി, പഴയ പച്ചരി ആയിരുന്നു. പുതിയ പച്ചരി മേടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊന്ന് പച്ചരി ഉപയോഗിച്ചില്ലെങ്കിൽ അതും കേടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. എല്ലാം കളയാതെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണമല്ലോ, ഒന്നും കളയരുത്. അപ്പോൾ അതുകൊണ്ട് ആ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് രാവിലെ കുതിർത്ത് ഉള്ളതായിരുന്നു. അതിൽ നമ്മൾ 1/2 കപ്പ്, 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഒരു അപ്പത്തിൻ്റെ കണക്ക് കേട്ടോ. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് ഏലക്കായ ചേർക്കണം. പിന്നെ തേങ്ങ നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ തേങ്ങാപ്പാലും കൂട്ടത്തിലൊഴിച്ച് ചെയ്യാം. തേങ്ങയും ചേർത്ത് തേങ്ങാപ്പാലും ചേർക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ തേങ്ങ മാത്രമേ ചേർക്കണുള്ളൂ. എൻ്റെ കയ്യിൽ ചോറില്ല, അതുകൊണ്ട് അവലാണ് ചേർക്കണത്.
വെള്ളവൽ. എന്നിട്ട് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരിത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് അരച്ച് മാറ്റി വെക്കുക. വട്ടയപ്പം ഉണ്ടാക്കാം. വൈകുന്നേരം ആകുമ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഇതിനകത്ത് ചേർക്കുമ്പോൾ നല്ല കറുപ്പ് വീഴാത്ത തേങ്ങ ചേർക്കണമെങ്കിൽ നല്ല വെള്ള കളറിലുള്ള അപ്പം കിട്ടും കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ചാലൊക്കെയാണ് അപ്പം കാണാൻ ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാനായിട്ട് കുറേ ലേറ്റായി. കാരണം പപ്പക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ പറഞ്ഞില്ലേ അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നൊരു വിധം. പിന്നെ ഐസ്ക്രീം കഴിച്ചില്ല ഞാൻ. അപ്പോൾ എനിക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. പപ്പ ഐസ്ക്രീം കഴിച്ചില്ലായിരുന്നു. എങ്കിലും കാലത്ത് നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 2:30 മണിയായപ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതെടുത്തത് കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇരുന്നപ്പോൾ ബിരിയാണി റൈസ് ഭയങ്കരമായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്, അതിന് മുമ്പേ എടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇതുവരെ പൂപ്പൽ പിടിക്കില്ല, ഒന്നുമില്ല. അതിൻ്റെ മീതയിൽ എണ്ണ ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല. വെറുതെ എടുത്ത് വെച്ചേക്കണേ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. പൂപ്പലൊന്നും പിടിക്കില്ല. നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അടുക്കള ചാനലിലും കിടക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ച് അതിൻ്റെ വെള്ളം നല്ല പോകുന്ന രീതിയിൽ എണ്ണയിൽ മൊരിയിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ അച്ചാർ എത്ര നാൾ പുറത്തിരുന്നാലും കേട് വരാത്തതും അതുപോലെ അതിൻ്റെ മീതയിൽ എണ്ണ നിർത്തണമെന്ന് നിർബന്ധമില്ലാത്തതും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് എല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി ബാക്കിയുള്ള ബിരിയാണി എല്ലാം ഈ മസാലയും എല്ലാം കൂടി ഒന്നിച്ചവിടെ ഇട്ട്. അപ്പോൾ രാത്രി അത് തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ അത് അതിനകത്ത് വെച്ചൊന്ന് ചൂടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല. ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ദേ കഴുകാനായിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ പാത്രം കഴുകലും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് 6 കോഴിമുട്ടയാണ് നമ്മൾ ബോയിൽ ചെയ്യാനിട്ടെങ്കിൽ 4 കോഴിമുട്ട ഞങ്ങൾ ഓരോ മുട്ട ഉച്ചക്കിൻ്റെ അകത്ത് എടുക്കാൻ പറ്റിയ രീതിയിൽ 4 എടുത്തത്. 2 നമ്മൾ റൂബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂബിക്ക് പിന്നെ ചിക്കൻ രാത്രി നമ്മൾ പ്രയർ ടൈമിൽ കൊടുത്താൽ മതി. അങ്ങനെ റൂബി മുട്ടയൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അതിനുശേഷം പപ്പ മട്ടാഞ്ചേരിയിൽ പള്ളിയിലേക്ക് പോയി. കാലത്തിൻ്റെ മരുന്നിനെ കൊണ്ടുപോയതുകൊണ്ട് പപ്പക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ വൈകുന്നേരമാണ് പോയത് കേട്ടോ. അപ്പോൾ പപ്പ പോയത് കൊണ്ട് ഞങ്ങൾ പിന്നെ 2 ഫ്രീ ആയിട്ട് അങ്ങനെ വാതിക്കൽ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കണേണ്. ഞാൻ റൂബിയും കൂടി ഇപ്പോൾ ഇതേ ഈ വാതിക്കൽ വന്നിരിപ്പാ പണി കേട്ടോ. ഭയങ്കര ചൂട് റൂബിക്ക്. അപ്പോൾ റൂബിക്ക് ഇങ്ങനെ കാഴ്ച കാണുകയും ചെയ്യുക. ഇതുണ്ടോ ഇതുപോലെ ഇവിടെ എൻ്റെ കൂടെ തറയിൽ തണുപ്പും കൊണ്ട് കിടക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ വന്നാണ് ഇപ്പോൾ മിക്കവാറും ഇരിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ബെഡ്റൂമിൽ കയറണില്ല പകൽ സമയത്ത് ബെഡ്റൂമിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ റൂബിക്ക് ഒട്ടും എൻ്റെ കൂടെ കിടക്കാൻ പറ്റില്ല. അവൾക്ക് എൻ്റെ കൂടെ കിടക്കണതാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ഇവിടെയുള്ള കാറ്റാണ് പുറത്തുനിന്നേ. നല്ല കാറ്റ് വരും പുറത്തുനിന്ന്. നല്ല സുഖമാണ് ഇരിക്കാൻ. പപ്പയില്ല, പപ്പ മട്ടാഞ്ചേരിയിൽ പോയി. അപ്പോൾ ഞാനും റൂബിയും മാത്രം. അപ്പോൾ അങ്ങനെ ഇവിടെ കാറ്റും കൊണ്ടിരിക്കുമ്പോഴില്ലേ എന്തെങ്കിലുമൊക്കെ പാടി അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ കൂട്ടത്തിൽ പാടിയ ഒരു പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. നിങ്ങളെന്നെ കളിയാക്കിയത് തന്നെ. മ്യൂസിക്കൊന്നുമില്ല, ചുമ്മാ പാടാണ്. ഭയങ്കര പാട്ട് വീട്ടിലിരുന്നിട്ട് പാടും കേട്ടോ. പണ്ടൊക്കെ പാടുമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ പാട്ട് പാടാൻ പറഞ്ഞിട്ടൊക്കെ എന്നെയൊക്കെ വിളിക്കണത് ഞാൻ ഓർക്കുന്നുണ്ട്. വന്നിട്ട് പാട്ട് പാടുന്നു പറയും. അങ്ങനെ പാട്ട് പാടുന്ന കുട്ടികളെ കൊണ്ടൊക്കെ പാട്ട് പഠിക്കും. അപ്പം അന്നൊക്കെ പാട്ട് പാടി കാസറ്റിലൊക്കെ പാട്ടൊക്കെ പിടിച്ച് ഗൾഫ് നാടുകളിലേക്കൊക്കെ ഞങ്ങളുടെ കസിൻസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പാട്ടൊക്കെ പണ്ടത്തെ ഒരു പാട്ടുണ്ട്. അപ്പം അന്ന് പാടിയേക്കണ പാട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഏത് പാട്ടൊക്കെയാണെന്നാ എൻ്റെ വളരെ വളരെ പോപ്പുലറായിട്ടുള്ള പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിട ആകാശ പൊന്നാനി നിലകിളിയായത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലേ പാടാമോ മാനത്തെ മാമൻ്റെ തളികയിൽ മാമുന്ന പോരാ. പാട്ടിൻ്റെ ലിറിക്സ് അതിൻ്റെ വേർഡ്സ് എല്ലാം ഞാൻ മറന്നുപോയിട്ടാ. നേരത്തേക്ക് അത് കാണാതെ പഠിച്ച് അതൊക്കെ പാടി ആ പാട്ടൊക്കെ കാസറ്റിലേക്കാണ് കസിൻ ബ്രദറൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരവിടെ കൊണ്ടുപോയി അവിടെ എല്ലാവരും കൂടി കേൾക്കുന്ന അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഓർമ്മ ചേരും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു സോങ് ഇല്ലേ, ആ പാട്ട് ഇപ്പോൾ പാടി ഞാൻ പഠിച്ച് അത് പാടിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ പിള്ളേർ എന്നെ ഭയങ്കര കളിയാക്കലാണ്. കാരണം ഓരോ സോങ്ങുകളും അതിൻ്റെ
റീൽസ് ചെയ്യുമല്ലോ എല്ലാവരും. അപ്പോൾ ആ ഡാൻസ് കംപ്ലീറ്റ് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ചെയ്ത് കാണിക്കും. റോജറാണ് എൻ്റെ പ്രേക്ഷകൻ. റയൻ ഞാൻ ഡാൻസ് തുടങ്ങി അപ്പം തന്നെ നിർത്തുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. കളിപ്പിക്കണ പ്രശ്നമില്ല. റിച്ചാർഡ് പിന്നെ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ റിച്ചാർഡ് അങ്ങനെ കാണാനില്ല. റോജറാണ് സ്ഥിരം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ റോജറാണ് സ്ഥിരമായിട്ട് എൻ്റെ ഡാൻസിൻ്റെ പ്രേക്ഷകൻ. റോജർ പറയൂട്ടാ, എടോ അത് പട്ടാനിലെ ഡാൻസ് കളിച്ചാൽ പറ്റും. അങ്ങനെ കുറേ ഡാൻസൊക്കെ എനിക്കറിയാം. അതൊക്കെ സ്റ്റെപ്സ് എല്ലാം ഞാൻ പഠിച്ചു. അതായത് കഷ്ടപ്പെട്ട സ്റ്റെപ്സൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഞാൻ പഠിച്ച് ചെയ്യണത്. അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹം. പുറത്ത് കാണിക്കണമെന്ന് മാത്രം. റോജറാണ് എല്ലാം കാണുന്നത്. ഞാൻ ചെയ്ത് കാണിക്കണം മൊത്തം റോജർ ഭയങ്കര റോജറിൻ്റെ ടൈം പാസിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കണം, മമ്മി മറ്റേ ഡാൻസ് കാണിച്ചെന്നൊക്കെ പറയും. അപ്പം ഞാനെല്ലാം കാണിക്കോട്ടെ. അങ്ങനെയാണ്. അപ്പം ഇപ്പം റോജറൊന്നും ഇല്ല, ഡാൻസ് കാണാനൊന്നും ആളില്ല. അപ്പോൾ ഏതായാലും ഞാൻ പാട്ടാണ് ഇപ്പം മെയിനായിട്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഏതാണ് നമ്മളുടെ എന്തെന്നാണ് അതിൻ്റെ പേര്, അത് സിനിമ, എനിക്ക് അതൊന്നും അറിയില്ല. ഈ പാട്ടിൻ്റെ റീൽസ് ഇങ്ങനെ കാണുന്നുണ്ട്. അത് കേട്ട് പഠിച്ച് അത് ഞാനൊന്ന് പാടാൻ ശ്രമിക്കാട്ടോ. ഏ ചിന്ന തീ പൊരിക്കൊഞ്ചലേ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ, പണ്ട് കണ്ണ് പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൊട്ടിക്കളി എന്ന പോലെ, കളിയൂഞ്ഞാലിൽ തളലിലാഞ്ഞു മേലേ ചെന്ന് വരാന്ന് പാഞ്ഞ് തേഞ്ഞു മാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാ നീ, പിള്ളത്തരമേ നീ പള്ളിക്കൂടമാ നീ. ഇഷ്ടപ്പെട്ട പാട്ട്. ഇതുപോലത്തെ കുറേ പാട്ടുകളൊക്കെ ഞാൻ ഈ റീൽസിലൊക്കെ കാണുന്ന എല്ലാ പാട്ടുകളും പഠിച്ച് പാടോട്ടെ ഇവിടെ ഇരുന്ന്. പക്ഷെ ഞാനങ്ങനെ പാടാറൊന്നുമില്ല, പുറത്തേക്ക് പാടാറില്ല. ഇപ്പോൾ നമ്മൾ പാടുന്ന ശീലം പോയപ്പോൾ തന്നെ നമ്മൾ തൊഴിലൊക്കെ പോയി. പപ്പയാണെങ്കിൽ ഇവിടുത്തെ പാട്ടുകാരതുകൊണ്ട് പപ്പയ്ക്ക് വിട്ടുകൊടുത്ത് കല്യാണത്തിന് ശേഷം. അതിന് മുമ്പ് ഞാൻ പാട്ടുകാരത്തിയായിരുന്നു. പള്ളിയിൽ കൊയർ സോങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സൺഡേസിലും കൊയർ സോങ്ങിൽ പാടാനായിട്ട് രാവിലെ പോകും. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഭയങ്കര മടിയായിരുന്നു പോകാൻ. എങ്കിലും സമ്മതിക്കില്ല, അവിടുത്തെ സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല, വിളിക്കും. അങ്ങനെ എല്ലാ കുർബാനയുടെ പാട്ടുകൾക്ക് ഞാനുണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ അതും മടിയോടുകൂടിയാണ് പോയിരുന്നതും. അതുകൊണ്ട് തന്നെ തീർന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല, പുറത്തേക്കും വിട്ടിട്ടില്ല. വീടിനകത്ത് മാത്രമായി ജീവിതം. അതാണ് സത്യം. അങ്ങനെ നമ്മളുടെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ് പണ്ടൊക്കെ ഞാൻ നേരത്തെ പാടിയ പാട്ടില്ലേ, ആ ഊഞ്ഞാലി എന്നുള്ള പാട്ട്, അത് ഇത്തിരി ഹൈ പിച്ചിലൊക്കെ വരുന്ന പാട്ടാണ് കേട്ടോ. അത് പാടി എത്തിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ പാട്ട് കേട്ടില്ല. ആ പാട്ടൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പാടുമായിരുന്നു. ഇപ്പം പക്ഷേ എൻ്റെ തൊണ്ടയിൽ നിന്ന് പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല. അങ്ങനെ അന്നൊക്കെ ആ പാട്ടൊക്കെ ഹൈ പിച്ചിലൊക്കെ പാടുമായിരുന്നു. അതൊക്കെയാണ് കൂടുതലും കാസറ്റിലൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ കൊണ്ടുപോയിക്കണം. കാരണം അത് കുറച്ച് കഷ്ടപ്പാടാണ് ആ പാട്ട് പാടാനായിട്ട്. അങ്ങനെ ഞാൻ എടുത്താൽ പൊങ്ങാത്ത പാട്ടൊക്കെ പാടാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കൂടുതലും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതായിരിക്കുള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാനെപ്പോഴും പറയൂലേ, എനിക്ക് ഈ ബേക്കിംഗ് ഒക്കെ ചെയ്യണതാണ് ഇഷ്ടമെന്ന്. കാരണം ബേക്കിംഗ് ഒക്കെ കൂടുതൽ ആരും അങ്ങനെ ചെയ്യില്ല. ഈ അച്ചപ്പം കുഴലപ്പൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊരു മമതയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മിക്ക കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ചിന്താഗതിയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് കേട്ടോ. കാരണം ആ സമയത്തൊന്നും ആർക്കും തന്നെ അങ്ങനെ യൂട്യൂബ് ചാനലില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് യൂട്യൂബ് ചാനലൊന്നും അധികം കാണാത്ത സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും 2-3 ചാനലായി കഴിഞ്ഞ് കൊറോണ കാലത്തോടു കൂടിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അപ്പത്തിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബാറ്റർ ഇതിനകത്തുനിന്ന് ബാക്കി വരും അല്ലെന്നുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമായിട്ട് കുഞ്ഞപ്പമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിച്ചതാണ്. ഈ ഒരു ഇൻഡസ് വാലിയുടെ ഈ സ്റ്റീമറില്ലേ, ഇത് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നും ക്രിസ്ത്യൻസിന് വട്ടയപ്പം ഉണ്ടാക്കൽ ഒരു സ്ഥിരം പരിപാടിയാണ്. ഏതൊരു ഫംഗ്ഷന് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്റ്റീമർ വളരെ നല്ലതാണ്. കാരണം ഈ 2 പ്ലേറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തരുന്നത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം അപ്പമൊക്കെ ചരിഞ്ഞ് പോകാതെ നല്ല അടിപൊളിയായിട്ട് ഒരേ ഷേപ്പിൽ നല്ല വലിയ വട്ടത്തിൽ നല്ല വലിയ ഒരു പ്ലേറ്റാണത്. അപ്പോൾ വലിയൊരു വട്ടയപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം.
കേട്ടോ. 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക. 2 പ്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് 2 പ്ലേറ്റിന് ആവശ്യമില്ലായിരുന്നു, ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഡ്ഡലിയുടെ തട്ടുമുണ്ട്, മറ്റേ സ്റ്റീമറിൻ്റെ തട്ടുമുണ്ട്, ഊട്ടയുള്ള ആ ഒരു തട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പമൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് പപ്പക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇന്ന് യൂണിറ്റ് മീറ്റിങ്ങുള്ള ദിവസമാണ്, അതിന് പോകാൻ വേണ്ടി നിൽക്കണേണ്. അത് കഴിഞ്ഞിട്ട് വേണം വർക്കൗട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക്